ഈശോയിൽ പ്രിയമുള്ളവരെ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയാണ് സാംസൺ. സാംസന്റെ ജീവിതത്തിലെ 2 സംഭവങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഇത് ഒരു യോദ്ധാവിന്റെ കഥ മാത്രമല്ല, ദൈവം മനുഷ്യന്റെ കണ്ണുനീരിലും ഭയങ്ങളിലും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ജീവനുള്ള ഒരു സാക്ഷ്യമാണ്. കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി അവനിൽ ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 6-ാം തിരുവചനം. ഈ സംഭവത്തിൽ ഒരു സിംഹം അവന്റെ നേരെ ചാടി വരുന്നു. ആ നിമിഷം സാംസൺ ഒറ്റയ്ക്കായിരുന്നു. കയ്യിൽ ആയുധമില്ല, സഹായിക്കാൻ ആരുമില്ല. മുന്നിൽ മരണം പോലെ ഗർജിക്കുന്ന സിംഹം മാത്രം. നമ്മുടെ ജീവിതവും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടില്ലേ? പുറമേ എല്ലാവരും നമ്മെ ശക്തരെന്ന് കരുതും, പക്ഷേ ഉള്ളിൽ നാം ഭയപ്പെടുന്നവരാണ്. ചില വേദനകൾ നമ്മൾ ആരോടും പറയാതെ ഒറ്റയ്ക്ക് സഹിക്കുന്നു. ചില കണ്ണീർ രാത്രിയുടെ നിശബ്ദതയിൽ തലയണയോട് മാത്രം സംസാരിക്കുന്നു. അപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനെ സ്പർശിക്കുന്നത്. ആ സ്പർശനം വന്നാൽ ഭയന്ന ഹൃദയം ധൈര്യമായി മാറും. തകർന്ന മനുഷ്യൻ വീണ്ടും എഴുന്നേൽക്കും. സിംഹം പോലെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ പോലും ചെറുതായി തോന്നും. 2-ാമത്തെ സംഭവത്തിൽ സാംസൺ ശത്രുക്കളുടെ പിടിയിൽ അകപ്പെട്ടു. ആ നിമിഷത്തിൽ മറ്റുള്ളവർക്ക് മുൻപിൽ പരിഹാസ്യനായി നടന്നു പോകുന്ന സാംസണെയാണ് നാം കാണുന്നത്. അപ്പോൾ സാംസൺ മനമുരുകി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ നിമിഷം തന്നെ കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു. കെട്ടുകൾ അറ്റുവീണു. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാം തിരുവചനത്തിലാണ് ഈ സംഭവം നാം കാണുന്നത്. ഈ സംഭവത്തിൽ സാംസൺ കയർ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവൻ നടക്കുന്നു, പക്ഷേ സ്വതന്ത്രനല്ല. ശ്വസിക്കുന്നു, പക്ഷേ ഉള്ളിൽ അടിമയാണ്. ഇന്നും എത്രയോ പേരാണ് ഇങ്ങനെ ജീവിക്കുന്നത്. ചിരിച്ച മുഖവുമായി നടക്കുമ്പോഴും ഉള്ളിൽ മുറിവുകളുമായി, ബന്ധങ്ങളാൽ മുറിവേറ്റ ഹൃദയവുമായി, പരാജയങ്ങളുടെ കയറുകളിൽ കുടുങ്ങി, ഇനി എനിക്കൊന്നും കഴിയില്ല എന്ന നിരാശയിൽ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന നിമിഷം ആ കയറുകൾ കരിഞ്ഞ ചണനൂൽ പോലെ അഴിഞ്ഞു വീണു. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അവൻ നമ്മെ കുറ്റപ്പെടുത്തി നിൽക്കുന്ന ദൈവമല്ല, ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന പിതാവാണ്. നമ്മുടെ കണ്ണീർ കാണുന്ന ദൈവം, നമ്മുടെ ഉള്ളിലെ നിലവിളി കേൾക്കുന്ന ദൈവം. ഇന്ന് ചിലർ ജീവിതത്തിൻ്റെ സിംഹങ്ങളെ നേരിടുകയാണ്. ചില ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ഈ വചനം നമ്മോട് പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, കർത്താവിൻ്റെ ആത്മാവ് നിന്നോട് കൂടെയുണ്ട്. ആ ആത്മാവ് സ്പർശിക്കുന്ന ഒരാളെയും ഭയം തോൽപ്പിക്കില്ല, ബന്ധനങ്ങൾ പിടിച്ചു നിർത്തുകയില്ല. കാരണം ദൈവത്തിൻ്റെ ശക്തി മനുഷ്യൻ്റെ ദൗർബല്യത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ജീവിതത്തിൽ പല ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ് ഞങ്ങൾ. ജീവിത അനുഭവങ്ങളിൽ ഭയപ്പെട്ട് നിൽക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ ശക്തിയുള്ളവരാക്കി മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബന്ധനങ്ങളെ അങ്ങ് അഴിച്ചു മാറ്റണമേ. എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ. അഭിഷേകകാത്രായി പരിശുദ്ധാത്മാ